ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വർണ്ണത്തിനെ പറ്റി പറയാനാണ്. അപ്പോൾ സ്വർണ്ണം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പൊള്ളുന്ന വിലയാണല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്താണ് ഫലം എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. തീർച്ചയായും സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ദിവസം ദിവസം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം തീർച്ചയായും സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ 1 ഗ്രാം ഗോൾഡിൻ്റെ വില, അതായത് 24 ക്യാരറ്റ് ഗോൾഡ് വാങ്ങിക്കണമെങ്കിൽ 1 ഗ്രാം ഗോൾഡ് വാങ്ങിക്കണമെങ്കിൽ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 10,151 രൂപയാണ്. ഇനി 22 ക്യാരറ്റ് ഗോൾഡിൻ്റെ വില എന്ന് പറയുന്നത് 9,305 രൂപയാണ്. അപ്പോൾ ഇത്രയും വില കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റുന്നത്? സാധാരണക്കാരുടെ മെയിൻ ആശങ്കയാണ് അല്ലേ, നമുക്ക് ഇത്രയും വില കൂടി കിടക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റുന്നത്? പക്ഷേ ഗോൾഡ് വാങ്ങിച്ച് വെക്കുന്നതോ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് എന്നെന്നും ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ചിലപ്പം കുറച്ച് സ്വർണ്ണം ഇതിനേക്കാൾ കുറച്ചൊന്ന് കുറയും, പക്ഷേ എന്നിരുന്നാലും സ്വർണ്ണത്തിന് ഇനി ഫ്യൂച്ചറിൽ വില കൂടിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സ്വർണ്ണം നമ്മുടെ കയ്യിൽ വെച്ചേക്കുന്നത് വേറെ ഏതൊരു അസറ്റ് നമ്മൾ വാങ്ങിച്ച് വെക്കുന്നതിനെക്കാട്ടിലും, ഇപ്പോൾ നമ്മൾ ഭൂമിയായിട്ട് വാങ്ങിക്കുന്നതിലോ അല്ലെങ്കിൽ വേറെ എന്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഗോൾഡായിട്ട് വാങ്ങിച്ചു വെച്ചാൽ. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ക്യാഷിൻ്റെ ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഗോൾഡ് ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ലിക്വിഡ് മണിയായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധാരണക്കാർക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ അത് ആർക്കും എന്ത് ചെയ്യത്തില്ല, കുറേ പേർക്കൊന്നും അറിയത്തില്ല. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറേ പേർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് വളരെ കുറച്ച് എമൗണ്ടിൽ, അതായത് കുറച്ചായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. വലിയൊരു എമൗണ്ട് സാധാരണ നമ്മൾ എന്താ ചെയ്യുക, വലിയൊരു എമൗണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ എമൗണ്ടിൽ നമ്മൾ കടയിൽ പോയി സ്വർണ്ണം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്വർണ്ണച്ചിട്ടി പോലുള്ള, അതായത് ജ്വല്ലറീസ് ഒക്കെ നടത്തുന്ന സ്വർണ്ണച്ചിട്ടി പോലുള്ളത് ചേരുക ചെയ്യുന്നത്. ഇത് രണ്ടും അല്ലാതെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കയ്യിലുള്ള വളരെ കുറച്ച് എമൗണ്ട് എങ്ങനെയാണ് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഇനി വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ, അതായത് സാധാരണക്കാർക്കും തുടങ്ങാൻ പറ്റുന്ന അവരുടെ കൊച്ചു വരുമാനത്തിൽ നിന്ന് നമുക്ക് ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കുറേ ഓപ്ഷൻസ് ആണിത്. അതിലൊന്നാമത്തെയാണ് ഡിജിറ്റൽ ഗോൾഡ്. നിങ്ങൾ കേട്ട് കാണും ഡിജിറ്റൽ ഗോൾഡ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺപേ, ജിപേ, അതുപോലെ ഗ്രോ എന്ന് പറയുന്ന ആപ്പ് തുടങ്ങിയ ആപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡിജിറ്റലായിട്ട് ഗോൾഡ് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ട് മുടക്കിയിട്ട് നമുക്ക് ഗോൾഡ് വാങ്ങിക്കാം. അതായത് ഈവൻ 10 രൂപ വെച്ച് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗോൾഡ് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഈവൻ 10 രൂപ കൊടുത്ത് പോലും നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. അങ്ങനെ വാങ്ങിച്ച് വെക്കുന്ന ഈ ഗോൾഡ് നിങ്ങളുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ കൂടി വരും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഗോൾഡ് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു എമൗണ്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് കോയിനായിട്ട് ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊണ്ടുപോയി മാറ്റി വാങ്ങാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലാതെ തന്നെ അതിൽ കൂടെ വിൽക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഫോൺപേ, ജിപേ, ഗ്രോ, പേടിഎം എന്ന് പറയുന്ന കുറേ ആപ്പിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ ആപ്സിൽ കൂടെ എല്ലാം നിങ്ങൾക്ക് ഗോൾഡ് വളരെ കുറച്ച് എമൗണ്ടിന്, അതായത് 10 രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് ഗോൾഡിൽ നിക്ഷേപിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരെണ്ണമാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിനെ. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, അവരെന്ത് ചെയ്യും, പ്രൊഫഷണൽ കമ്പനി, അവർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ കുറഞ്ഞ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 500 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ മാസം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോൾഡിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇത് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് നമുക്ക് ഡിഫറെൻറ്റ് ആപ്സിൽ കൂടെ നമുക്ക് പല ആപ്പുകളുണ്ടല്ലോ, അതിൽ കൂടെ നമുക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഗ്രോയിൽ കൂടെ അങ്ങനെ കുറേ ആപ്സ് ഉണ്ട്. ഇനി ആദ്യം പറഞ്ഞ ഡിജിറ്റൽ ഗോൾഡും രണ്ടാമത് പറഞ്ഞ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിജിറ്റൽ ഗോൾഡിനകത്ത് നിങ്ങൾക്ക് വളരെ കുറച്ച് എമൗണ്ട് ഉണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഈവൻ 10 രൂപ, ഞാൻ പറഞ്ഞല്ലോ 10 രൂപ കൊണ്ട് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് 500 രൂപയെങ്കിലും വേണം. അപ്പോൾ മാസം നിങ്ങൾ 500 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഗോൾഡിലുള്ള ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോവുക. അതല്ല സാധാരണ വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ
നമുക്ക് ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങുന്നതിന് ഡിമാറ്റ് അക്കൗണ്ട് ഒന്നും വേണ്ട. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് വേണ്ട. മൊബൈൽ ആപ്പിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ഡിജിറ്റൽ ഗോൾഡിനെ പറ്റിയാണ്. ഏത് സാധാരണക്കാർക്കും അവരുടെ കയ്യിലുള്ള തുച്ഛമായ തുക വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്. മിനിമം 500 രൂപയെങ്കിലും വെച്ച് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും പ്രൊഫഷണൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് ഇതിലൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, അതായത് ഗോൾഡ് ETF എന്ന് പറയും. അതാണ് അടുത്ത മാർഗ്ഗം. അത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് പ്രൊഫഷണൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്കും അതായത് നമ്മുടെ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പരിചയമുള്ളവർക്കായിരിക്കും കൂടുതൽ ഇത് ഉത്തമം. സാധാരണക്കാർക്ക് പറ്റത്തില്ല എന്നല്ല, എന്നാലും കൂടുതലും ഷെയറിലൊക്കെ ട്രേഡ് ചെയ്ത് പരിചയമുള്ളവർക്കായിരിക്കും ഇതിലും കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പം കിട്ടുക. അങ്ങനെ ഇതിൽ നമുക്ക് 1 ഗ്രാം തൊട്ടുള്ള ഗോൾഡിന് നമുക്ക് നിക്ഷേപിച്ച് തുടങ്ങാം. 1 ഗ്രാം തൊട്ടുള്ള ഗോൾഡിന് വേണ്ടിയിട്ട് നമ്മൾ നിക്ഷേപിച്ച് തുടങ്ങാം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ജ്വല്ലറീസ് തുടങ്ങുന്ന സ്വർണ്ണ ചിട്ടിയാണ്. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, 12 മാസത്തെയോ എത്ര മാസത്തെ അവർ എത്രയെന്ന് വെച്ചാൽ ആ ഒരു തുക നമ്മൾ അടച്ചിട്ട് നമുക്ക് ഈ ഗ്രോ, പേടിഎം, ജിപേ എന്ന് പറയുന്ന തുടങ്ങിയ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ചുകൂടെ നമുക്ക് സാധാരണക്കാർക്ക് പാടുള്ളത് ഗോൾഡ് ETF ആയിരിക്കും. അതിന് ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ വേണം. പക്ഷേ ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടെ നമുക്കതിൽ ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗോൾഡ് ഫോൺ പേയിലൂടെ വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് പറയാം. ഒരു എക്സാമ്പിൾ പോലെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഫോൺ പേ എടുക്കുക. ഫോൺ പേ എടുത്തിട്ട് സെർച്ച് എന്ന് പറഞ്ഞ ഇത് ടാബില്ലേ, സെർച്ച് എന്നുള്ളതിൽ നിങ്ങളുടെ ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ബൈ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ബൈ ഗോൾഡിൽ നിങ്ങൾക്ക് എത്രയാണ്, അപ്പോൾ 1 ഗ്രാമിനനുസരിച്ചോ അല്ലെങ്കിൽ രൂപയ്ക്കനുസരിച്ചോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എമൗണ്ടോ അല്ലെങ്കിൽ ഗ്രാമോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫേം ആൻഡ് പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഗോൾഡ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ നമ്മുടെ ഗോൾഡ് വാങ്ങിയതിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഗോൾഡിനെ കുറിച്ചുള്ള ഒരു പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലല്ലോ. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഒരു എമൗണ്ട് നമ്മൾ എവിടെന്നെങ്കിലും വാങ്ങിക്കും, ആ എമൗണ്ട് കൊണ്ട് നമുക്ക് ഗോൾഡ് വാങ്ങിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണ ചിട്ടി ചേരും. അതല്ലാതെ തന്നെ സാധാരണക്കാർക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരുപാട്, ഇത് ഫ്രോഡൊന്നും അല്ല കേട്ടോ. നമുക്ക് ഉറപ്പായിട്ടും ഇത് കിട്ടുന്നത് ഇതിനകത്ത് ഒരുപാട് RBIയുടെ സെബിയുടെ ഒക്കെ റെഗുലേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ച് ചേരാൻ പറ്റുന്നതാണ്. ഫേക്കിലൊന്നും ചെന്ന് ചാടരുത്. നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വേണം. ഇതുപോലുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് നിങ്ങളതിനോട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു അസറ്റ് തന്നെയാണ്. അത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്വർണ്ണത്തിന് വില നമ്മൾ കുത്തനെ കുറയോ അങ്ങനെയുള്ളതൊന്നും ഇല്ല. ഇത് വിദഗ്ധർ അങ്ങനെയൊന്നും പറയുന്നില്ല. അവർ പറയുന്നത് വീണ്ടും ഇനിയും സ്വർണ്ണത്തിന് വില കൂടുക തന്നെ ചെയ്യും എന്നാണ്. ഗോൾഡ് ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വളരെ ചെറിയ തുക കൊണ്ട് നമുക്കതിന് സാധിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ്.